അയ്യോ തുണി മാറുകയാണോ? അല്ല. സമയം എത്ര ആയിട്ട് എംഡിക്കുള്ള ചായ കൊണ്ടു കൊടുത്തില്ലേ? മുഖത്ത് കണ്ണില്ലേ? ചായ ഒഴിച്ചോണ്ടിരിക്കുകയല്ലേ? രാവിലെ തന്നെ ഒരു സ്റ്റുപ്പിട്ടും ഗെറ്റൗട്ടും കിട്ടി. ഓ, അത് തനിക്ക് നിത്യവും കിട്ടുന്നതല്ലേ? അതെ, ഇത് കൊണ്ടുപോയി എംഡിയുടെ റൂമിൽ കൊടുത്തില്ലെങ്കിൽ വേറെയും ചില ചെറിയ കേൾക്കേണ്ടി വരും. എന്ത് ജന്മവടാ! അയ്യോ, എംഡിയുടെ ചായയാണ് എടുത്ത് കുടിക്കുന്നേ. എന്താ എംഡിക്ക് മാത്രമേ ചായ കുടിക്കാവോ? ഒരു തൊഴിലാളി ചായ കുടിച്ചാൽ എന്താ തൊണ്ടേ കൂടെ ഇറങ്ങുകയല്ലേ? ഓസിന് കിട്ടിയാൽ ആസിഡും കുടിക്കുന്ന വർഗമല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ സ്റ്റുപ്പിഡെന്ന് വിളിച്ചതല്ലേ? ഞാൻ കുടിച്ച കപ്പി തന്നെ അയാൾ കുടിച്ചാ മതി. ആഹാ, എന്നെ ബ്ലഡി പുള്ളെന്ന് വിളിച്ചതല്ലേ? എന്റെ വിരല് മുക്കിയ ചായ അയാൾ കുടിച്ചാ മതി. പൊള്ളുന്നെങ്കിൽ പൊള്ളട്ടെ, കുഴപ്പമില്ല. മുതലാളിയാണെന്ന് കരുതി ഒരു തൊഴിലാളിയോട് മര്യാദ കടായിട്ട് പെരുമാറുന്നത്. ഒരു തൊഴിലാളിയെ മർദ്ദിച്ചാൽ അറ്റൻഡർ കുടിച്ചതിന്റെ അവശിഷ്ടം ഡയറക്ടർ കുടിക്കേണ്ടി വരും. വലിയ വലിയ മുതലാളിമാരോട് ഞങ്ങൾക്ക് ഇങ്ങനെയല്ലേ പ്രതികാരം ചെയ്യാൻ പറ്റും? അതാ അതിന്റെ തത്വശാസ്ത്രം. വാതിലി മുട്ടില്ല എന്ന് പരാതി വേണ്ട. എന്താ ഇങ്ങനെ? എങ്ങനെ? ഫയലിന്റെ പുറത്താണോ ചായ കൊണ്ടുവരുന്നത്? ഫയല്, ചായ, ട്രേ. സാധനം 3 എണ്ണമില്ലേ? കൈ 2 എണ്ണമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ട്രേ ഒഴിവാക്കി. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. താങ്ക് യു സർ. ഓടോ. അല്ല, ചായക്ക് മധുരം പാകത്തിനുണ്ടോന്ന്? ഈ ടൈപ്പ് ചായ ഇനിയും വേണോ സാർ? ഓടോ. വേണ്ടെങ്കിൽ വേണ്ട. എവിടെയായിരുന്നു ഇതുവരെ? ഇത്തിരി ചൂടുവെള്ളത്തിന് വേണ്ടി എത്ര നേരമായി അന്വേഷിക്കണു? ചൂടുവെള്ളല്ലേ ഫ്ലാസ്കിലിരിക്കണത്? ഇത്തിരി അങ്ങെടുത്ത് കുടിച്ചാലെന്താ? ദേ, കഴിക്കാനുള്ള ഗുളിക ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ആരും അറിയാതെ കഴിക്കുന്ന ലഡു ഇതിനകത്തുണ്ട്. പിന്നെ എന്താ വേണ്ടത്? മനുഷ്യനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല എന്ന് വെച്ചാ വലിയ കഷ്ടം തന്നെയാ. എനിക്ക് ഡൽഹിയിലേക്ക് ഒരു എസ്റ്റിഡി വിളിക്കണം. എന്തിനാ? അച്ഛനെ അമ്മയും വരുത്താനോ? ഇല്ല, വരില്ല. സ്വന്തം മോളെ പോലും കാണാൻ വരുന്നില്ല. പിന്നല്ലേ മുത്തച്ഛനെ. ബിസിനസ് വലിയ തിരക്കാത്രേ. ഇങ്ങനെയുണ്ടോ ഒരു തിരക്ക്? കുട്ടിക്ക് ഇതെന്താ പറ്റിയേ? ഏതോ ബാധ കയറിയ ലക്ഷണമുണ്ട്. എന്തായത്? മനസ്സിന്റെ വിഷവും മാറ്റാൻ അല്പം ബ്ലാക്ക് ടീ കഴിക്കുക. സ്നേഹലത റാഫേലിൽ ഇഞ്ചെക്ട് ചെയ്യാൻ എടുത്ത മരുന്ന് മാറിപ്പോയെന്നും പറഞ്ഞ് പലരും വഴക്കു പറഞ്ഞപ്പോ സത്യത്തിൽ വേദനിച്ചത് എന്റെ ഹൃദയമാണ്. എനിക്ക് മരുന്ന് മാറിയിട്ടില്ലെന്ന് നല്ല ബോധ്യമുണ്ട്. ഇതിന്റെ പിന്നിൽ ചില കള്ളക്കളികളുണ്ട്. റാഫേലിനെ വകവരുത്താനുള്ള കൊലപാതക ശ്രമമായിരുന്നത്, അല്ലാതെ മരുന്ന് മാറി കുത്തിവെച്ചൊന്നുമല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുള്ള ജോലി കളയല്ലേ? ആര് പറഞ്ഞ ആവശ്യമില്ലാത്താണെന്ന്? ഈ വർമ്മ സാർ ഡോക്ടർ സുബ്ബലക്ഷ്മിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കഥകള് നാട്ടിൽ പാട്ടാണ്. അതിന്റെ പാരഡി ഗാനങ്ങൾ വരെ മണി ഇറക്കിയിട്ടുണ്ട്. എന്റെ കുടുംബം പട്ടിണിയാക്കരുത്, എന്നെ അങ്ങ് വിട്ടേരെ. അന്യർക്ക് പ്രവേശനമില്ല. സത്യം പറയട്ടാ, ചേട്ടൻ വേദനിക്കുന്ന ഒരു ആത്മാവല്ലേ? ചേട്ടന് വിഷമങ്ങളുണ്ട്, എനിക്ക് വിഷമങ്ങളുണ്ട്. വിഷമങ്ങളൊക്കെ തീർക്കാൻ ഈ ലോകത്ത് ഒരൊറ്റ ഔഷധമേ ഉള്ളൂ. സാധനം ഉണ്ടോ? സാധനം നമുക്ക് ബാറിൽ ചെന്ന് കഴിക്കാം. അവിടെ ആവുമ്പോ തീരുമ്പോ അടിച്ചുകൊണ്ടിരിക്കാൻ. ഡ്യൂട്ടി സമയത്ത് ഞാൻ മദ്യപിക്കാറില്ല. പിന്നെ ഒരിക്കലാകാം എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ഞാൻ മുങ്ങി വരാൻ പൊക്കോ. അയമുട്ടി നല്ലവന. അല്ലെങ്കിൽ ഇക്കാലത്ത് ആര് 2 ഫുൾ ബോട്ടിൽ ചക്കാത്തിന് വേണ്ടി ചേരും? എന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ അവനോടും പറഞ്ഞു, അവന്റേതെല്ലാം എന്നോടും പറഞ്ഞു. ഈ മഴ കണ്ടോ? ഈ മഴ ഇടുക്കി പെയ്തിരുന്നെങ്കിൽ പവർ കട്ട് മാറിയാന്. അതെങ്ങനെ മനുഷ്യര് നെറിയേട് കാണിക്കല്ലേ? അപ്പൊ പിന്നെ പ്രകൃതിയും നെറിയേട് കാണിക്കാണ്ടിരിക്കുവോ? ജൂണിൽ പെയ്യേണ്ട മഴ ജൂലൈ പെയ്യും. ഒന്നും ശരിയല്ല. മൊത്തത്തിൽ ഒരു പൊളിച്ചുപണി അത്യാവശ്യമാണ് ഇവിടെ. എംഡിയോട് പറഞ്ഞാൽ പൊളിച്ചെടുക്കാനുള്ള എല്ലാ ഒത്താശകളും അദ്ദേഹം തന്നെ ചെയ്തു തരും. തന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. വാർഡിൽ എത്തിച്ച ട്രിപ്പ് കൊടുത്തു വിടാം. ഈ മാസം ആദ്യം ഉണ്ടായ വീൽ ചെയർ സംഭവത്തിൽ എന്റെ ശമ്പളത്തിൽ പാതി കട്ടി എന്ന് പറഞ്ഞിരുന്നല്ലോ.
ഇന്നലത്തേതും കൂടി ആയപ്പോൾ അത് മുഴുവനും കട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായി. ഇനി ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്കല്ലാതെ എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ലെന്നും മനസ്സിലായി. ഇതെന്റെ രാജിക്കത്താണ്, സ്വീകരിച്ചാലും. അത്രയേ ഉള്ളൂ. നിക്ക, ഇന്നലെ താൻ എന്തൊക്കെ ചെയ്തെന്ന് വല്ല ഓർമ്മയുണ്ടോ? സ്വപ്പം മുമ്പാ കെട്ടിവിട്ടത്. മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞു. ആംബുലൻസിന്റെ ചില്ല് മൊത്തത്തിൽ തകർത്തു. മോർച്ചറി കയറി 2 ശവശരീരങ്ങളെ തെറി വിളിച്ചു. പിന്തിരിപ്പിക്കാൻ വന്ന വാച്ച്മാന്റെ കർണത്തടിച്ചു. അയാളുടെ ഒരു പല്ല് പോയി. ഓക്സിജൻ സിലിണ്ടർ ആണെന്ന് കരുതി സ്നേഹലതയെ പൊക്കിയെടുത്ത് 104 ഹാജിയാരുടെ മുറി വെച്ചു കൊടുത്തു. പച്ചവെള്ളമാണെന്ന് കരുതി 304 ആസ്മ പേഷ്യന്റിന്റെ വായിലെ സ്പിരിറ്റ് ഒഴിച്ചു കൊടുത്തു. അയാൾ വലിച്ചു കിടക്കുകയാണ്. മതി മതി മതി, ഇനിയുണ്ട് സാർ. ഒന്നും കേൾക്കണ്ട. ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച് ലക്ക് കെട്ടാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. നാളെ മുതൽ തന്നെ പ്രൊമോഷനോടെ ഫാർമസിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുതലാളി, നാശനഷ്ടങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയാ ശമ്പളത്തിൽ നിന്ന് പണം കട്ടിയെന്നൊക്കെ പറഞ്ഞത്. മനസ്സിലായോ? മാസശമ്പളം 1 പൈസ പോലും കുറയാതെ ഗോപാലിനെ തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് ഇത്രയും വലിയൊരു മനസ്സിന്റെ ഉടമയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങ് എന്റെ ദൈവമാണ്, എന്റെ അച്ഛനാണ്. അങ്ങയെ ഞാൻ തെറ്റിദ്ധരിച്ചു. സാരമില്ലടോ. ഇനി ഞാനൊരു സത്യം പറയട്ടെ. അങ്ങൊരു ബൂർഷ്വയാണെന്ന് കരുതി ദിവസവും തന്നുകൊണ്ടിരുന്ന ചായയിൽ ഞാൻ മനഃപൂർവ്വം വിരലുകൊണ്ട് ഇളക്കിയിരുന്നു. എല്ലാ ദിവസവും ഞാൻ കുടിച്ചതിന്റെ മിച്ചമാണ് അങ്ങ് കുടിച്ചുകൊണ്ടിരുന്നത്. എടോ, എന്തിനധികം പറയണം, എന്റെ എച്ചിലാണ് അങ്ങ് കുടിച്ചുകൊണ്ടിരുന്നത്. യു ആർ ഡിസ്മിസ്ഡ്. നടുവെട്ട് വാദം, ഉളുക്ക് ഒടിവ് ചതം, വെറുംപിത്തം, വാട്ടപ്പിത്തം, മഞ്ഞപ്പിത്തം, കുഷ്ഠം, മന്ത്, മഹോദരം, പുഴുക്കടി, വളങ്കടി, പഞ്ചെലിപ്പനി, ഡെങ്കിപ്പനി, ചൊറി, ചിരങ്ങ്, പരു, മുണ്ടിനീര്, ആണി മുതൽ എയ്ഡ്സ് വരെയുള്ള മാരകമായ രോഗങ്ങൾക്ക് ഫലപ്രദമായ സിദ്ധൌഷധം ഗോപാൽജീസ് അഷ്ടവർഗാദി ഗുൽഗുലു ടോണിക്. ഗോപാൽജീസ് അഷ്ടവർഗാദി ഗുൽഗുലു ടോണിക്. സാധാരണക്കാരനായ ഒരു മനുഷ്യന് പനി വന്നാൽ ഇതുപോലുള്ള ആശുപത്രിയിൽ കയറി ചികിത്സ തുടങ്ങിയാൽ അവന്റെ പനി മലമ്പൈറ്റിസ് ആണെന്നും മലമ്പനിയാണെന്നും പറഞ്ഞ് 100 കണക്കിന് ടെസ്റ്റുകൾ നടത്തി 12,000 രൂപയും 10 സെന്റ് സ്ഥലവും നഷ്ടമാകുന്നു. അവൻ കഷ്ടത്തിലാകുന്നു. മാത്രമല്ല, ഭൂലോകവാസം വെടിഞ്ഞ് അവന് പരലോകത്തേക്ക് വിസ കിട്ടുന്നു. പക്ഷേ ഗോപാൽജി അഷ്ടവർഗാദി ഗുൽഗുലു ടോണിക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. 108-ൽ പരം ആയുർവേദ മരുന്നുകൾ വാറ്റി നീറ്റി ഊറ്റിയെടുത്ത ഈ സിദ്ധൌഷധം നിങ്ങളുടെ ചോര ഊറ്റി കുടിക്കില്ല, പണം ഊറ്റി കുടിക്കില്ല. മറിച്ച് ആരോഗ്യം പ്രദാനം ചെയ്ത് ജീവിത പന്ഥാവിൽ ഒരു യാഗാശ്വത്തെ പോലെ കുതിക്കുവാൻ സഹായിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ അങ്ങോട്ട് പോകരുത്. അത് ആശുപത്രി അല്ല, ബ്ലേഡ് കമ്പനിയാണ്. പോകുമ്പോൾ നിങ്ങളുടെ വീടിന്റെ ആധാരവുമായി പോവുക. അങ്ങനെ നമ്മുടെ അഷ്ടവർഗാദി ഗുൽഗുലു. ഹോസ്പിറ്റലിനെ പറ്റി ഗോപാലിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് ആദ്യം പറയേണ്ടത് എന്നോടാ, ഇവിടുത്തെ ജനങ്ങളോടല്ല. ജനങ്ങൾ ഒരു പ്രധാന ഘടകമല്ലേ മാഡം? അവരെ ഒഴിവാക്കിക്കൊണ്ട് ഏത് പ്രസ്ഥാനത്തിനാണ് വിജയിക്കാനാവുക? കച്ചവടം കഴിഞ്ഞിട്ട് എന്നെ വന്നൊന്ന് കാണണം. ശരി, ഇന്ന് തന്നെ ഗുൽഗുലു മതിയാക്കി ഞാൻ മാഡത്തിനെ ഒന്ന് കാണാം. ഓക്കെ സർ, ചായ. ഞാൻ വിരലിട്ടിളക്കാത്ത, എച്ചിലാക്കാത്ത നല്ല ഒന്നാന്തരം ചായ. ധൈര്യമായിട്ട് കുടിക്കാം. തന്നെ കോമ്പൗണ്ടിനകത്ത് കണ്ടുപോകുന്നത് പറഞ്ഞിട്ടില്ലേ? ഇന്നലെ വരെ ഞാൻ കോമ്പൗണ്ടിന് പുറത്തായിരുന്നു. പക്ഷെ ഇന്ന് റീജോയിൻ ചെയ്തു. ആര് പറഞ്ഞിട്ട്? ഈ ആശുപത്രിയുടെ യഥാർത്ഥ ഉടമസ്ഥ ഡോക്ടർ സുബ്ബലക്ഷ്മി MBBS MD. അവരെ അറിയുമല്ലോ. മൊത്തത്തിൽ ഇവിടെ ഒരു ക്ലീനിങ് ആവശ്യമാണ്. അതിന്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് നിസ്സാര രോഗങ്ങളുമായിട്ട് വരുന്ന രോഗികളെ സ്കാനിംഗ്, ബയോപ്സി, ECG, എക്സ്റേ തുടങ്ങിയ ടെസ്റ്റുകൾക്ക് വിധേയരാക്കണമെങ്കിൽ ഇന്ന് മുതൽ എന്റെ അനുവാദം വാങ്ങിയിരിക്കണം. ഇത് ഡോക്ടർ സുബ്ബലക്ഷ്മിയുടെ ഉത്തരവാണ്. ചുരുക്കി പറഞ്ഞാൽ പാവപ്പെട്ട രോഗികളുടെ കാശ് പിടുങ്ങരുത് എന്നർത്ഥം. ഓക്കെ? ആഹാ, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന്റെ ചെലവാണല്ലേ? ഇന്നത്തെ പത്രത്തിൽ ഫോട്ടോസ് ആയതുകൊണ്ട് കണ്ടില്ലേ? മികച്ച ഗായകൻ റാഫേൽ. താഴത്തെ കോളത്തിൽ ഒരു സ്പെഷ്യൽ പാരയുണ്ട്. പാര? വാർത്താ പാര. നോക്കിയേ, തൊണ്ടയ്ക്ക് കടുത്ത അസുഖവുമായി ആശുപത്രിയിൽ കഴിയുന്ന റാഫേൽ തുടർന്ന് പാടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. സായാഹ്ന പത്രത്തില് ഒരു ഗായകന്റെ അന്ത്യം എന്ന തലക്കെട്ട് തന്നെ. അസുഖത്തോടെ റാഫേലിന്റെ പഴയ ശബ്ദം നഷ്ടപ്പെട്ടു എന്നാണ് പലരും എഴുതിയിരിക്കുന്നത്. അതായത് വേദനിക്കുന്ന ആത്മാവിന്റെ കണ്ടനാളത്തിൽ ഒരു. മതി മതി മതി. ഈ പത്രങ്ങളിൽ പല വാർത്തകളും വരും. ഇന്നലെ ഉണ്ടായിരുന്നു, വിവരം കെട്ട അറ്റൻഡർ രോഗിയുടെ അടിയേറ്റ് മരിച്ചു. അയ്യോ, ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? എന്നാ പൊക്കോ. ലഡ്ഡു. സുബ്ബലക്ഷ്മി മാഡം മാഡം മുറിയിലില്ല. അവര് മുറിയിൽ തന്നെ ഉണ്ടാവണോ? നിങ്ങൾക്ക് എന്താ നിർബന്ധം? അതുകൊണ്ടല്ല, മാഡത്തിന് കാർലോസ് ചേട്ടനെ കാണണമെന്ന് പറഞ്ഞു. അവർ വീട്ടിൽ പോയിട്ട് മണിക്കൂർ 2 കാർലോസിനെ ഗീർലോസിനെ വീട്ടിൽ ചെന്ന് കാണാൻ പറ. സാർവത്ര സംശയം അയ്യാക്ക്. എന്താ ഇവിടെ നിർത്തിയത്? കാർലോസ് ചേട്ടനെ കണ്ട് അനുഗ്രഹം വാങ്ങണമെന്ന് പറഞ്ഞില്ല? അതിനു മുമ്പ് എല്ലാവരും ചേർന്ന് എനിക്ക് വേണ്ടി ഒരു കട ഉദ്ഘാടനം ചെയ്തു തരണം. ഇതാണ് കട.